ജേക്സി തോമസ്, ഇതുപോലെയുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അവഗണിച്ചാൽ ആ പ്രതിഷേധം അങ്ങ് കെട്ടടങ്ങും എന്നുള്ളതാണോ കേന്ദ്ര സർക്കാർ കരുതുന്നത്? അതുകൊണ്ടാണോ ഈ രീതിയിൽ നിങ്ങൾ സമരം ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല, ജന്തർ മന്ദിരത്തിൽ സമരത്തിന് പെർമിഷൻ കൊടുക്കുന്നു, ആളുകൾ നിരാഹാരം ഇരിക്കുന്നു, ഒരാളും വരുന്നില്ല, കാണാനും ഒന്നുമില്ല, അപ്പോൾ അവഗണിച്ചാൽ ഇതങ്ങ് തീരും എന്നാണോ കേന്ദ്ര സർക്കാരിന്റെ ആലോചന? അത്തരം സംശയങ്ങളെ പ്രബലപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾക്ക് ബലം പകരുന്നതാണ് ഇന്ന് രാജ്യതലസ്ഥാനത്ത് സംഭവിച്ച അത്യന്തം മനുഷ്യത്വവിരുദ്ധമായ RSSനാൽ നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ സ്പോൺസേഡ് പരിപാടി. ഇന്ന് അത്തരം ചോദ്യങ്ങളെ, സംശയങ്ങളെ പ്രബലപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, നിക്കനോർ പാറോ മറ്റോ ആണ് ഒരു വേള എഴുതിയത്, അമേരിക്കയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രതിമ മാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതാ പ്രയോഗമായിരുന്നു അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ളത്. യഥാർത്ഥത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോഴും ലീക്ക് ചെയ്യപ്പെട്ട ഈ പരീക്ഷാ പേപ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് മാർക്ക് ലഭിക്കണമെങ്കിൽ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഏത് എന്ന ചോദ്യത്തിന് നമുക്കിപ്പോഴും വിയോജിപ്പോടുകൂടെ മാർക്ക് ലഭിക്കാൻ എഴുതേണ്ട വരുന്ന ഉത്തരത്തിന്റെ പേര് ഇന്ത്യ എന്നുള്ളതാണ്. പക്ഷേ അതേ ഇന്ത്യൻ തലസ്ഥാന നഗരിയിലാണ് ഇന്ന് കഴിഞ്ഞ 20 ദിവസക്കാലമായി യാതൊരു വിധത്തിലുള്ള അക്രമ സംഭവങ്ങളോ യാതൊരു വിധത്തിലുള്ള അക്രമോത്സുകമായ സമരരീതികളോ ഒന്നും കൈക്കൊള്ളാതെ അങ്ങേയറ്റം സമാധാനപൂർണമായ ഒരു നിരാഹാര സമരരീതി അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനെ നൂറുകണക്കിന് വരുന്ന പോലീസ് ബന്ദോബസ്തോടുകൂടെ പിടിച്ചുകൊണ്ടു പോകുകയാണ്. പിടിച്ചുകൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നാണ് നമ്മുടെ BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ അവകാശപ്പെട്ടത്. അതെങ്ങനെയാണ് അദ്ദേഹം യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധിയാകുന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം BJPയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ നേതൃപദവി അലങ്കരിക്കുന്നയാളാണ്, സ്പോക്സ് പേഴ്സൺ ആണ്. എന്തോ ആവട്ടെ, ഇരിക്കട്ടെ, ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. BJP നേതാക്കന്മാർ കേന്ദ്ര സർക്കാർ പ്രതിനിധികളായി ഒറ്റയടിക്ക് മാറുന്നത് എങ്ങനെയാണ് നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇവരെങ്ങനെ ജനാധിപത്യത്തെ കാണുന്നു എന്നുള്ളതിന്റെ ഉത്കൃഷ്ടമായ ഒരു ഉദാഹരണം കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഡൽഹി ഹൈക്കോടതി, ഞാൻ മനസ്സിലാക്കുന്നു ദേവേന്ദ്രകുമാർ അതോടൊപ്പം തന്നെ തേജസ്കാരിയായി ഇവരടങ്ങുന്ന ബെഞ്ചാണ് ഡൽഹി ഹൈക്കോടതി. സമീപത്ത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ഇതൊക്കെ എന്തൊരു മോശമാണ്, ഇതൊക്കെ എന്തൊരു മോശമാണ്. ഞാൻ അങ്ങയുടെ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ ഞാൻ അവസരം നൽകാം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി സംസാരിച്ച് നമുക്ക് കേൾക്കില്ല, അതുകൊണ്ടാണ്. ദയവായി ഒന്ന് മനസ്സിലാക്കണം. ജേക്ക് തുടരൂ. അപ്പോൾ ദേവേന്ദ്രകുമാറിന്റെയും തേജസ്കാരിയുടെയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ സോനം വാങ്ചുക്കിന്റെ സമരത്തെ സംബന്ധിച്ചുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പരിഗണിച്ചത്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പരിഗണിച്ചിട്ടുള്ള അവരുടെ ഏറ്റവും സുപ്രധാനമായ പ്രതികരണം എന്തായിരുന്നു? അത് BJP നേതാവ് ഇവിടെ പറഞ്ഞില്ല. ഈ സമരത്തെ ഹൈക്കോടതി തള്ളി പറഞ്ഞില്ല. ആ സമരരൂപത്തെ അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടില്ല. കോടതിയുടെ പ്രതികരണം എന്താണ്? ലൈഫ് ഓഫ് എവരി സിറ്റിസൺ ഈസ് പ്രിഷ്യസ് എന്ന് ആരംഭിച്ചുകൊണ്ടാണ് കോടതി ഈ സമരത്തോട് പ്രതികരണം നടത്തുന്നത്. അതായത് സമരത്തിന്റെ വിശാലവും അതിപ്രധാനവുമായ സമര കാരണത്തെ കോടതി ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് കോടതി വിധിയുടെ അന്തസത്ത. പക്ഷേ അദ്ദേഹം RSSന് ഉതകുന്ന നിലയിൽ ഈ ജനാധിപത്യ വിരുദ്ധ നടപടിയെ വ്യാഖ്യാനിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കോടതി വിധിയെ ഉപയോഗിച്ചത്. എന്താണ് ഇതിന്റെ ആധാരമായ കാരണം? 22.05 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എഴുതിയ പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് മാത്രമാണോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, CBSE പരീക്ഷ, അതിന്റെ തുടർച്ചയിലോ നമ്മൾ കാണേണ്ടത് 2024 മുതൽ ഇത് ഇന്ത്യയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് അന്ന് ഒരു രാധാകൃഷ്ണൻ കമ്മീഷനെ ഇവർ നിയോഗിച്ചിരുന്നു. ആ രാധാകൃഷ്ണൻ കമ്മീഷൻ നീറ്റിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് സമഗ്രമായ പഠനം നിർവഹിക്കുകയും ശ്രദ്ധേയമായ ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവർ ആ പഠന റിപ്പോർട്ട് യൂണിയൻ ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തു. രാജ്യത്ത് 24 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പ്രതിവർഷം എഴുതുന്ന ഒരു പരീക്ഷ സുതാര്യവും സത്യസന്ധവുമായി നടത്തണമെന്നതിനെ സംബന്ധിച്ച ഒരു അണാപ്പയ്യുടെ ഉത്തരവാദിത്തം യൂണിയൻ ഗവൺമെന്റ് സംഘപരിവാരം കാണിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം. 2024 മുതൽ 26 വരെയുള്ള ഈ കാലയളവിൽ ആത്മഹത്യ എന്ന് വെച്ചാൽ അതൊരു സിസ്റ്റമിക് മർഡറാണ്. നമ്മുടെ നാട്ടിൽ യൂണിയൻ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ഈ സംവിധാനം കൊന്നില്ലാതാക്കിയതാണ്. നൂറുകണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തെ കൊന്നില്ലാതാക്കിയിട്ടും ഇവർ ഈ നീറ്റ് പരീക്ഷയിൽ ഒരു അന്തസത്തയും സുതാര്യതയും സത്യസന്ധതയും വീണ്ടെടുക്കാൻ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ? എന്നിട്ടോ സമരം ചെയ്യുന്നയാളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയും? ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, അതിൽ എത്രയോ സാധാരണക്കാരുണ്ട്, ദിവസവേതനക്കാരുണ്ട്, കൂലിത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരൊക്കെ എത്രയോ പർവ്വത തുല്യമായ അധ്വാനവും കഷ്ടപ്പാടും സഹിച്ചിട്ടാണ് ഈ പരീക്ഷയ്ക്ക് വന്നു നിൽക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ കൂടെ വിശാലാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിന്റെ സഹപ്രവർത്തകനായ
ദിനേശ് ബിവാളും അദ്ദേഹത്തിന്റെ സഹോദരൻ മാങ്കിലാൽ ബിവാളും അടങ്ങുന്ന ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ ചോദ്യപേപ്പർ വിലയ്ക്ക് വാങ്ങുകയാണ്, മറ്റാളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഇതിനോടകം ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ BJP നേതാക്കന്മാരില്ലേ? പൂനെയിൽ RSSന്റെ പരോക്ഷ നിയന്ത്രണത്തിലുള്ള കോളേജിലെ അധ്യാപിക, അവർ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? അങ്ങനെ ഇവരുടെ കൈകളിലേക്ക് ഇതിന്റെ സുപ്രധാന മേൽനോട്ട ചുമതല എത്തി. അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തിയോ? അതിലെ യഥാർത്ഥ കുറ്റക്കാരിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോയോ? എവിടെയും പോയില്ല എന്ന് മാത്രമല്ല, തൊലിപ്പുറത്ത് ചികിത്സ നടത്തി ഉന്നതരായിട്ടുള്ള വൻകിട വലിയ ആളുകളിലേക്ക് എത്താൻ കഴിയാത്ത വിധം തൊലിപ്പുറത്ത് ചികിത്സ നൽകി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഇല്ലേ? RSS ബന്ധമുള്ള അധ്യാപകർ, യുവമോർച്ചയുടെ നേതാക്കന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് മോഷ്ടിച്ചത്? അവരുടെ മകൻ, ആ മകനാണ് 10 ലക്ഷം രൂപയുടെ ചോദ്യപേപ്പർ ഈ ദിനേശ് ബിവാൾ എന്ന BJP നേതാവും സഹോദരനും വാങ്ങിക്കൊടുത്തത്. എന്നിട്ട് ലഭിച്ച മാർക്ക് എത്രയാണ്? 720-ൽ 107. അതാണ് യുവമോർച്ചയുടെ പ്രത്യേകത. ചോദ്യപേപ്പർ മുൻകൂട്ടി ലഭിച്ചിട്ടും 720 മാർക്കുള്ള പരീക്ഷയിൽ 107 മാർക്ക് മാത്രം ലഭിക്കുന്ന മകന് വേണ്ടിയിട്ടാണ് RSS നേതാവ് ഈ ചോദ്യം ചോർത്തി കൊടുത്തത്. എന്നിട്ടോ അതിന്റെ ഒന്നും ഉള്ളുകളികളിലേക്ക്, യഥാർത്ഥ കരങ്ങളിലേക്ക് ഒരു